Yeah, it's a very good queue here. That means people want a change. Because this same booth I am voting from 1979. With a short period I was in Calicut, but now again I came back from 2011. But in the first time, this type of around about 20-25 minutes I was in the queue. So that's a good symbol. People want a change in the state of Kerala. That is a signal. Senior BJP leaders say they will shape Kerala politics. No. They will not. They can't do anything. So lots of serious allegations coming by Palakkad. It will be looked by Central Election Commission. How much confidence? I have full confidence because I know the people here. Totally, how much seats are there? 100 is our aim. 100 is our aim. ഈ സെയിം പോളിംഗ് സ്റ്റേഷനിലാണ് എൻ്റെ ആദ്യത്തെ വോട്ട്. എൻ്റെ അമ്മയോടൊപ്പമാണ് വോട്ട് ചെയ്യാൻ വന്നത്. ഇന്ന് ആദ്യമായി ഒരു വലിയൊരു ക്യൂ ആണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഞാൻ തന്നെ അരമണിക്കൂറോളം ക്യൂവിൽ നിന്നു. അത് തന്നെ ഒരു നല്ല സൂചനയാണ്. കാരണം ജനം മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്രയും വലിയൊരു ക്യൂ. കാരണം ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുന്ന ഒരു ബൂത്തിലാണ് ഇത്തവണ ഫസ്റ്റ് ഇതിൽ തന്നെ ആദ്യത്തെ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു വലിയൊരു ക്യൂ എന്ന് പറയുന്നത് ജനത്തിൻ്റെ ഒരു മനോഭാവമാണ്. ജനം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മാറ്റത്തിന് വേണ്ടി ജനം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും സ്റ്റേറ്റിലെ ഞങ്ങളുടെ പ്രതീക്ഷ ഒട്ടും അസ്ഥാനത്തല്ല. വട്ടിയൂർക്കാവ് ഉൾപ്പെടെ 100 സീറ്റുകൾ UDF ജയിക്കുന്നതാണ് ഞങ്ങളുടെ കണക്കൂട്ട്. ഇൻക്ലൂഡിങ് വട്ടിയൂർക്കാവാണ് 100 സീറ്റ്സ്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 1ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. 2-3 സ്ഥാനങ്ങൾ ആരാഞ്ച ആയിക്കോട്ടെ, ഞങ്ങൾ 1ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. അല്ല, UDFന് 100 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂരിപക്ഷമല്ലേ. 100-ൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. 100-ൽ ഇപ്പോഴും ഉറച്ചു നിൽക്കും.